പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെം ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത മാസം നടക്കുന്ന ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കെമിസ്ട്രി പാഠഭാഗങ്ങൾ ഇന്നു മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാം വർഷ രസതന്ത്രത്തിലെ ആദ്യ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ 10 പോയിൻ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ പോയിൻറ്റിലേക്ക് വരാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സ്ക്രീനിലേക്ക് നോക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് കാണാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ നോട്ട്സ് വളരെ ഷോർട്ടാക്കി എഴുതിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ലാവോസിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ദ്രവ്യത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കൂ. സ്ക്രീനിലേക്ക് നോക്കുക. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ കാർബണിൻ്റെ മാസ് 12 ഓക്സിജൻ O2 ആയതുകൊണ്ട് ഒരു ഓക്സിജൻ്റെ മാസ് 16 O2 ആയതുകൊണ്ട് 32. ദാറ്റ് ഈസ് ഈക്വൽ ടു 44. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിൽ 12 പ്ലസ് 32 44. പ്രോഡക്റ്റ് സൈഡിൽ 44. അപ്പോൾ അഭികാരകത്തിൻ്റെ മാസും ഉൽപ്പന്നത്തിൻ്റെ മാസും തുല്യമാണ് എന്ന് നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും. അതായത് ദ്രവ്യം നശിച്ചിട്ടുമില്ല, നിർമ്മിക്കപ്പെട്ടിട്ടുമില്ല. ബോധ്യപ്പെട്ടല്ലോ? ഇവിടെ 2 തരം ചോദ്യങ്ങളാണ് വരാറ്. ഒന്നുകിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ C+O2 gives CO2 എന്ന് പറയുന്നൊരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ മാസ് തരും. എന്നിട്ട് ഈ ലോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഏത് ലോയെയാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം വരാവുന്നതാണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അതായത് നിശ്ചിതാനുപാത നിയമം. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഏതൊരു സംയുക്തത്തിലും എല്ലായ്പ്പോഴും മൂലകങ്ങളുടെ ഭാരങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും. നമുക്കറിയാം സംയുക്തങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് HCl എന്ന് പറയുന്ന സംയുക്തം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും ആ HClലുള്ള മൂലകം ഹൈഡ്രജനും ക്ലോറിനുമാണ്, മാറ്റമുണ്ടാവില്ല. അവയുടെ മാസുകൾ തമ്മിലുള്ള അനുപാതം സ്ഥിരമായിരിക്കും. വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പല രൂപത്തിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നിർമ്മിച്ചാലും അതിലുള്ള മൂലകങ്ങൾ ഒന്ന് കാർബണും വേറൊന്ന് ഓക്സിജനുമായിരിക്കും. അവയുടെ മാസിൻ്റെ അനുപാതം 12:32 എന്നായിരിക്കും. ഓക്കെ, ഈ നിയമത്തെ നിശ്ചിതാനുപാത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ പോയിൻ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്, ബഹുഗുണാനുപാത നിയമം. ഇത് പ്രസ്താവിച്ചിരിക്കുന്നത് ജോൺ ഡാൾട്ടനാണ്. അദ്ദേഹം പറയുന്നത് നോക്കുക. 2 മൂലകങ്ങൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കാർബണും ഓക്സിജനും കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന സംയുക്തവും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തവും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു മൂലകത്തിൻ്റെ നിശ്ചിത ഭാരവുമായി ചേരുന്ന മറ്റൊരു മൂലകത്തിൻ്റെ വിവിധ ഭാരകങ്ങളുടെ അനുപാതം പൂർണ്ണസംഖ്യയായിരിക്കും. എക്സാമ്പിൾ നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കൂ. കാർബൺ ഓക്സിജൻ രണ്ടാളും കൂടെ കൂടിച്ചേർന്ന് 2 സംയുക്തം ഉണ്ടായിട്ടുണ്ട്. ഒരാളതവിടെ CO, മറ്റൊരു സംയുക്തം CO2. ആ രണ്ടാളെ നോക്കിയാൽ അതിന് നമുക്ക്
ശ്രദ്ധിച്ചാലറിയാം, കാർബണിൻ്റെ മാസ് സ്ഥിരമാണ് അല്ലേ? രണ്ടിലും കാർബണിൻ്റെ അളവ് സ്ഥിരമാണ്, ഒരു സി ഉള്ളൂ രണ്ടിലും. പക്ഷേ ഓക്സിജൻ്റെ അളവ് വ്യത്യാസമുണ്ട്. CO-യിൽ ഒരു ഓക്സിജനുള്ളൂ, CO2-വിൽ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ CO-യിലെ ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16. CO2-യിലുള്ള ഓക്സിജൻ്റെ മാസോ 32. അപ്പോൾ 16ഉം 32ഉം തമ്മിലുള്ള അനുപാതം എത്ര? 16:32 എന്ന് പറഞ്ഞാൽ 1:2 എന്നാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? വ്യത്യസ്ത മാസുള്ള മൂലകങ്ങളുടെ മാസുകൾ തമ്മിൽ ഒരു അനുപാതമുണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചോദ്യമായിട്ട് വരിക? CO-യും CO2-വും 2 സംയുക്തങ്ങളാണ്. ഈ 2 സംയുക്തങ്ങൾ 2 മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടായത് അല്ലേ? ഇതിലടങ്ങിയിരിക്കുന്ന ലോ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. നോക്കുക, വേറെ ചോദ്യമാണ്. NO-യും NO2-വും, നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും, ഇതിലടങ്ങിയിരിക്കുന്ന ലോ ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനാണ്. ഓക്കെ അല്ലേ? വേറൊന്ന് നോക്കൂ. H2O വാട്ടർ, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതിലടങ്ങിയിരിക്കുന്ന ലോ ഏതാണ്? എഗെയിൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനാണ്. ഓക്കെ അല്ലേ? 4ാമത്തെ പോയിൻ്റ് ഗേ-ലൂസാക്സ് ലോ ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചറിയാം, ആ ലോയുടെ പേര് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം. അതായത് വാതകങ്ങൾ തമ്മിൽ ചേർന്ന് വാതക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്ന രാസപ്രവർത്തനം ഉണ്ടെങ്കിൽ അഭികാരകങ്ങളായ വാതകങ്ങളുടെ വോള്യവും ഉൽപ്പന്നമായ വാതകങ്ങൾ തമ്മിലുള്ള വോള്യവും തമ്മിൽ ഒരു ചെറിയ അനുപാതം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കൂ. ഹൈഡ്രജൻ വാതകമാണ്, ക്ലോറിൻ വേറൊരു വാതകമാണ്. അത് കൂടിച്ചേർന്ന് HCl എന്ന് പറയുന്ന വേറൊരു വാതകം ഉണ്ടായി. അവ തമ്മിലുള്ള വോള്യം നോക്കൂ. ഹൈഡ്രജൻ H2 1, ക്ലോറിൻ അതും 1, HCl 2. അപ്പോൾ അനുപാതം എത്രയാണ്? 1:1:2. ചെറിയ അനുപാതമല്ലേ? സിമ്പിൾ റേഷ്യോ അല്ലേ? ഇതിനാണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം എന്ന് പറയുക. അതായത് വാതക പദാർത്ഥങ്ങളായ അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് വാതക ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുടെ വോള്യങ്ങൾ തമ്മിൽ ഒരു ചെറിയ അനുപാതം ഉണ്ടായിരിക്കും. ഇതിനാണ് ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുക. വേറൊരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കാം. ഹേബർ പ്രോസസ്സ് നമ്മളൊക്കെ പഠിച്ചതാണ്. N2 + 3H2 gives 2NH3. അപ്പോൾ അനുപാതം എത്ര? N2 1, H2 3, NH3 2. അപ്പോൾ 1:3:2. ഓക്കെ അല്ലേ? ഇതിനാണ് ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുക. 5ാമത്തെ പോയിൻ്റ് അവോഗാഡ്രോസ് ലോ ആണ്. ഇത് നമ്മൾ 10ന്ന് പഠിച്ചതാണ്, എങ്കിലും ഓർക്കാം. ഒരേ ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന തുല്യവ്യാപ്തം വാതകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഉദാഹരണം വേണോ? 22.4 ലിറ്റർ വാതകം STPയിൽ എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. അതായത് 1 മോൾ ആയിരിക്കും. 22.4 ലിറ്റർ ഏതൊരു വാതകം നിങ്ങളെടുത്താലും, അമോണിയ എടുത്താലും നൈട്രജൻ എടുത്താലും ഓക്സിജൻ എടുത്താലും കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും STPയിലായിരിക്കണം എടുക്കേണ്ടതെന്ന് മാത്രം. അങ്ങനെ എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇതാണ് അവോഗാഡ്രോ നിയമം.
ആറാമത്തെ പോയിൻ്റ് ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയാണ്. അതായത് ആറ്റത്തെക്കുറിച്ച് ആദ്യമായി ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡാൾട്ടൺ. അദ്ദേഹം പറയുകയാണ്, മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. ദ്രവ്യങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ചെറിയ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങൾ കൊണ്ടാണ്. ഇവയെ ആറ്റം എന്ന് വിളിക്കുന്നു. ഇതാണ് ഡാൾട്ടൻ്റെ തിയറിയുടെ ആദ്യ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും. സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ പോയിൻ്റ് നമുക്ക് പറയാൻ പറ്റും, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും. നാലാമത്തെ പോയിൻ്റ്, ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്ത മൂലകത്തിൻ്റെ ആറ്റങ്ങളോ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ ഇവയ്ക്ക് ഒരു പൂർണ്ണസംഖ്യയുടെ അനുപാതമുണ്ടായിരിക്കും. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഇങ്ങനെ 5 പോയിൻ്റ് ഞാൻ ഇവിടെ പറഞ്ഞു. മിനിമം നിങ്ങൾ 2 പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കണം. അതിലൊന്ന് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. 2, പദാർത്ഥങ്ങൾ ഉണ്ടാക്കപ്പെട്ടത് വളരെ ചെറിയ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ ആറ്റം എന്ന് പറയാം. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയിലെ 5 പോയിൻ്റ് നമ്മൾ പഠിച്ചു. അതിൽ 2 എണ്ണമെങ്കിലും മിനിമം ഓർത്തിരിക്കുക. ഓക്കെ. 7ാമത്തെ പോയിൻ്റ് അറ്റോമിക് മാസ് യൂണിറ്റാണ്. AMU എന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ നമ്മളതിന് AMU എന്നുള്ളത് ഒന്നും കൂടെ ചുരുക്കിയിട്ട് U എന്നാണ് പറയുക. അതായത് യൂണിഫൈഡ് സ്കെയിൽ എന്നർത്ഥത്തിൽ U എന്നാണ് അറിയപ്പെടാറ്. ഏതായാലും ആട്ടെ, എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്? കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗത്തെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാം. ഒന്നുകൂടെ, കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 വരുന്ന ഭാഗത്തെയാണ് എന്ത് പറയുക? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാം. എത്രയാണ് അതിൻ്റെ വില? 1.66 × 10⁻²4 ഗ്രാം ആയിരിക്കും ഒരു AMU എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓർത്തിരിക്കണം. സിമ്പിളായിട്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നേരത്തെ വന്നിരുന്നതാണ്. ഓക്കെ. 8ാമത്തെ പോയിൻ്റാണ് ആവറേജ് അറ്റോമിക് മാസ്. എങ്ങനെയാണ് ആറ്റത്തിന് ആവറേജ് അറ്റോമിക് മാസ് വരുന്നത് എന്നതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് പല മൂലകങ്ങൾക്കും നിരവധി ഐസോട്ടോപ്പുകളുണ്ട്. ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ മാസ് വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഐസോട്ടോപ്പുകൾ ഒരേ അളവിലല്ല പ്രകൃതിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു മൂലകത്തിൻ്റെ മാസ് കാണുമ്പോൾ ഐസോട്ടോപ്പുകളുടെ അളവ് നോക്കി അതിൻ്റെ മാസ് എടുത്ത് മാസിൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് ശരിയായ മൂലകത്തിൻ്റെ മാസ് ലഭിക്കുക. അതുകൊണ്ട് മാസ്, അറ്റോമിക് മാസ് പല മൂലകത്തിൻ്റേതും ഫ്രാക്ഷണലാണ്. ഉദാഹരണത്തിന് 35.5 ക്ലോറിൻ്റെ അറ്റോമിക് മാസ്. എന്തുകൊണ്ടാണ് പല മൂലകങ്ങളുടെയും മാസുകൾ ഫ്രാക്ഷണലായത്, പോയിൻ്റുള്ള സംഖ്യയായി മാറിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: ഐസോട്ടോപ്പുകൾ ഉള്ളതുകൊണ്ട്. വാട്ട് ഈസ് ആവറേജ് അറ്റോമിക് മാസ്? ആവറേജ് അറ്റോമിക് മാസ് ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് ദി ഐസോട്ടോപ്പ്. ഓക്കെ. അപ്പോൾ എന്താണ് പല മൂലകങ്ങളുടെയും അറ്റോമിക് മാസുകൾ ഫ്രാക്ഷണലാവാൻ കാരണം? ഐസോട്ടോപ്പുകൾ ഉള്ളതുകൊണ്ട്. വളരെ പ്രധാനമാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നേരത്തെ വന്നതാണ്. ഓക്കെ. 9ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. അതായത് മോളാർ വോള്യം. സംഭവമൊന്നുമില്ല, 1 മോൾ വാതകത്തിൻ്റെ വോള്യത്തിനാണ് മോളാർ വോള്യം എന്ന് പറയാം. ഓക്കെ. വോള്യം ഓഫ് 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP. STPയിൽ 1 മോൾ വാതകത്തെ എടുത്താൽ ഉള്ള വോള്യത്തിനെയാണ് മോളാർ വോള്യം എന്ന് പറയുക. എത്രയാണ് മോളാർ വോള്യം?
മോളാർ വോള്യം എന്ന് പറയുന്നത് 22.4 ലിറ്ററാണ്. ഓക്കെ, മോളാർ വോള്യത്തിൽ എത്ര മോളിക്യൂൾ ഉണ്ടാകും? 6.022 × 10⁻23 മോളിക്യൂൾ ഉണ്ടായിരിക്കും. അതായത് അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, 10ാമത്തെ പോയിൻ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക ആദ്യം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100. എക്സാമ്പിൾ നോക്കാം. മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ, ജലത്തിലുള്ള ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ജലത്തിൻ്റെ അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താ? H2O അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് പെർസെൻ്റാണ് കാണേണ്ടത്. ഹൈഡ്രജൻ എത്ര ഉണ്ട് H2Oയിൽ? 2 ഉണ്ട്. ഒരു ഹൈഡ്രജൻ്റെ മാസ് എത്ര? 1. അപ്പോൾ 2 × 1 അതായത് ഹൈഡ്രജൻ്റെ മാസായി. ബൈ വാട്ടറിൻ്റെ ആകെ മാസ് എത്ര? 18. ക്ലിയർ അല്ലേ? ഇൻറ്റു 100. ഓക്കെ, അങ്ങനെയാണ് ഈ മാസ് പെർസെൻ്റ് ഓഫ് ഓക്സിജനോ? H2Oയിൽ ഓക്സിജൻ എത്ര ഉണ്ട്? 1 അപ്പോൾ ഒരു ഓക്സിജൻ ആണെങ്കിൽ 16. ഓക്സിജൻ്റെ മാസ് പെർസെൻ്റ് കാണുമ്പോൾ ഓക്സിജൻ്റെ മാസ് ഹരിക്കണം ആകെ മാസ്. ഹൈഡ്രജൻ്റെ മാസ് പെർസെൻ്റ് കാണുമ്പോൾ ഹൈഡ്രജൻ്റെ മാസ് ബൈ ആകെ മാസ് ഇൻറ്റു 100. ക്ലിയർ അല്ലേ? അപ്പോൾ മാസ് പെർസെൻ്റ് ഓഫ് ഓക്സിജൻ in water equal to 16/18 into 100. That is equal to 88.79%. ചെയ്തൂടെ? നിങ്ങൾക്ക് വേണമെങ്കിൽ മീഥെയിനിലെ കാർബണിൻ്റെ മാസ് പെർസെൻ്റ് എങ്ങനെ കാണാം? ഒന്ന് നോക്കൂ. മീഥെയിനിൽ കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം? അതായത് കാർബൺ അതായത് 12 ബൈ CH4 ആണല്ലോ മീഥെയിൻ. CH4ൽ എത്ര മാസം? 1. കാർബണ് 12, ഹൈഡ്രജന് 4 ഹൈഡ്രജനുള്ളതുകൊണ്ട് 4. 12 4 16. ആ 12/16 × 100. ഓക്കെ, ഇനി ഹൈഡ്രജൻ്റെ ആണ് കാണുന്നതെങ്കിലോ 4/16 × 100. ഓക്കെ അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നന്നായി ശ്രദ്ധിക്കാം. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര മതി. 10 പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നും വീണ്ടും വീണ്ടും കേൾക്കുക. കേട്ടിട്ട് ചെറിയ നോട്ട്സാക്കി തയ്യാറാക്കിയിട്ട് അത് വായിച്ച് ബൈഹാർട്ട് ചെയ്യുക. ആ ലോകൾ 5 ലോ പറഞ്ഞതിൽ ഒരു ലോ ഏതായാലും പരീക്ഷയ്ക്ക് വരും. 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഏതായാലും വരും. മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ മോളാർ വോള്യമോ അല്ലെങ്കിൽ ആവറേജ് അറ്റോമിക് മാസോ AMUO അതല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ക്വസ്റ്റ്യനോ, നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു നോക്കണം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇപ്പോൾ ഉദാഹരണത്തിന് 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതെത്ര മോളാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതെത്ര മോളാണ് എന്ന് ചോദിച്ചാൽ 22/44 ഈക്വൽ ടു 0.5 മോളായിരിക്കും. ഓക്കെ, അപ്പോൾ മോൾസ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നന്നായി ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും കേട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലുറപ്പിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക. നമ്മളൊന്ന് ഓർക്കണം, ഈ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ നമുക്ക് സാധിച്ചാൽ സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് നമുക്ക് ആത്മവിശ്വാസം കൂടും എന്നെല്ലാവരും അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സംശയങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.